അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമായി ഒപ്പുവെക്കാൻ പോകുന്ന സമാധാന കരാറിനെ ചൊല്ലി ഇസ്രയേൽ രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിനുള്ളിലും കടുത്ത ആഭ്യന്തര കലഹവും ഭിന്നതയും പുകയുകയാണ്. ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇതാമർ ബെൻഗ്വിർ ഈ കരാറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് ട്രംപിന്റെ ഇറാൻ പ്ലാൻ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴി തുറന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന ഈ പുതിയ ധാരണ ഇസ്രയേലിന്റെ സുരക്ഷയെ പൂർണ്ണമായും തകർക്കുന്ന ഒന്നാണെന്നും ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാണെന്നുമാണ് ഇസ്രയേൽ മന്ത്രിസഭയിലെ പ്രമുഖനായ ബെൻഗ്വിർ ആരോപിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ രഹസ്യ നയതന്ത്ര ചർച്ചകളെ അപകടകരമായ ഇടപാട് എന്നാണ് ഇസ്രയേലി മന്ത്രി വിശേഷിപ്പിച്ചത്. ഇസ്രയേലിന്റെ താൽപര്യങ്ങളെയും സുരക്ഷാ മുൻകരുതലുകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് വാഷിംഗ്ടണും ടെഹ്റാനും മുന്നോട്ടു പോകുന്നതിൽ ഇസ്രയേൽ ഭരണകൂടത്തിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഏത് അന്താരാഷ്ട്ര കരാറിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ചേർന്ന് തടയുമെന്നും ബെൻഗ്വിർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മേഖലയിൽ ഇതിനകം തന്നെ യുദ്ധസമാനമായ കടുത്ത സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ രാഷ്ട്രീയ പോരാട്ടം ഉടലെടുത്തിരിക്കുന്നത്. അമേരിക്കയുമായി വർഷങ്ങളായി തുടരുന്ന സുദൃഢമായ സൈനിക നയതന്ത്ര സഖ്യത്തിൽ ഈ സംഭവം വലിയൊരു വിള്ളൽ വീഴ്ത്തിയേക്കാം. ട്രംപിന്റെ പുതിയ നീക്കം മധ്യപൂർവേഷ്യയിലെ നിലവിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോന്ന ഒന്നാണെന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ വിവാദത്തിന്റെ പ്രധാന കാരണം യുഎസും ഇറാനും തമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ധാരണകളാണ്. 3 മാസത്തോളമായി തുടരുന്ന കടുത്ത സംഘർഷങ്ങൾക്ക് ശേഷം ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതിനും പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധങ്ങൾ ഭാഗികമായി നീക്കുന്നതിനുമുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ചോ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ കുറിച്ചോ ഈ പ്രാഥമിക കരാറിൽ കൃത്യമായ വ്യവസ്ഥകൾ ഇല്ല എന്നതാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റപ്പോൾ ഇറാനെതിരെ കൂടുതൽ കർശനമായ നിലപാടുകൾ ഉണ്ടാകുമെന്നാണ് ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മുൻപ് ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്നും ട്രംപ് പിന്മാറിയ ചരിത്രമുള്ളതിനാൽ ഇപ്പോൾ ഇറാനുമായി ഒരു പുതിയ സമാധാന കരാറിന് അദ്ദേഹം ശ്രമിക്കുന്നത് ഇസ്രയേൽ ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രംപ് ഇസ്രയേലിനെ പാടെ അവഗണിച്ചുകൊണ്ട് സ്വന്തം താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്റെ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ കക്ഷികളിൽ നിന്ന് വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ട്രംപിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ നെതന്യാഹുവിന് കഴിയുന്നില്ലെന്ന് സ്വന്തം കൂട്ടാളികൾക്കിടയിൽ തന്നെ സംസാരമുണ്ട്. ട്രംപിന് മുന്നിൽ ഇസ്രയേലിന്റെ ചുവപ്പ് രേഖകൾ വ്യക്തമാക്കാനും അമേരിക്കൻ പ്രസിഡന്റിന്റെ മേശപ്പുറത്ത് കൈയടിച്ച് ശക്തമായ നിലപാട് അറിയിക്കാനും നെതന്യാഹു തയ്യാറാകണമെന്ന് ബെൻഗ്വിർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതിനെയും ബെൻഗ്വിർ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. ഹിസ്ബുള്ള നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പകരമായി ലെബനന്റെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നും ബെയ്റൂട്ടിൽ കടുത്ത വ്യോമാക്രമണം നടത്തണമെന്നുമാണ് മന്ത്രിയുടെ വാദം. സമാധാന കരാറുകൾക്ക് വഴങ്ങി യുദ്ധം നിർത്തുന്നത് ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിലെ ജനങ്ങളെ കൂടുതൽ അപകടത്തിലാക്കുമെന്നാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. ഇസ്രയേലിലെ രാഷ്ട്രീയ പ്രതിപക്ഷവും ഈ സാഹചര്യത്തെ നെതന്യാഹുവിന്റെ വലിയൊരു പരാജയമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് യാഹിർ ലാപിഡ് ഉൾപ്പെടെയുള്ളവർ ഈ കരാറിനെ ഒരു വലിയ ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ചർച്ച നടക്കുമ്പോൾ ഇസ്രയേലിന് ആ മേശപ്പുറത്ത് ഒരു സ്ഥാനം പോലും ഇല്ലാതെ പോയത് നെതന്യാഹുവിന്റെ നയതന്ത്ര പരാജയമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഈ ആഭ്യന്തര കലഹം ഇസ്രയേൽ സർക്കാരിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ബെൻഗ്വിറിന്റെയും മറ്റ് തീവ്ര വലതുപക്ഷ നേതാക്കളുടെയും പിന്തുണയിലാണ് നെതന്യാഹു സർക്കാർ നിലനിൽക്കുന്നത്. അമേരിക്കയുടെ ഇറാൻ കരാറിനെ നെതന്യാഹു പിന്തുണയ്ക്കുകയോ അതിന് വഴങ്ങുകയോ ചെയ്താൽ ഈ കക്ഷികൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചേക്കാം. ഇത് ഇസ്രയേലിൽ മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്കും വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനും കാരണമായേക്കും. ട്രംപിന്റെ ഇറാൻ പ്ലാനിനെതിരെ ഇസ്രയേലിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ കലാപം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത അന്താരാഷ്ട്ര ചർച്ചകൾക്ക് വഴി തുറക്കും. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയൊരു ഭിന്നത പ്രകടമാകുന്നത് മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെയും സൈനിക നീക്കങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് ഈ കരാർ കരുത്തു പകരുമോ എന്ന ആശങ്കയിലാണ് ഇസ്രയേൽ ഇപ്പോൾ കഴിയുന്നത്.